ഇരിക്കുന്ന പണിക്ക് പോകുന്നില്ലേ? എന്നാ പറ്റിയേ? അപ്പുറത്തെ വീട്ടിലെ രാജേഷും സുമയെല്ലാം ഗോവക്ക് ടൂർ പോകുന്നുണ്ട്. അതിനെന്താ? എന്നോടും ചോദിച്ചു, പൈസ വേണ്ടേ? നമ്മളെല്ലാം ഇപ്പൊ ഒന്ന് ടൂർ പോവാ. നമുക്കിപ്പം ദിവസ ചെലവിനുള്ള പൈസയിൽ എത്തുന്നുള്ളൂ. നമുക്കിതൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റൂലല്ലോ. എനക്കും ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല, നിങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, എൻ്റെ കയ്യിൽ ഈ മോതിരം പണയം വെച്ചിട്ട് പൈസ കൊണ്ടുപോവാ, നമുക്ക് പോവാം. അതൊന്നും വേണ്ട. അതൊന്നും സാരമില്ല, വെറുതെ എന്തിനാ മേത്ത് പൊന്നൂട്ടി നടന്നിട്ടെന്ന കാര്യം ആഗ്രഹമൊന്നും സാധിക്കാണ്ട്. ഞാൻ പോയിട്ട് വരാം. എന്നാ പോയിട്ട് വാ. ഹലോ അമ്മേ, നമ്മള് ഗോവക്ക് ടൂർ പോക്കായി. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാൻ കൊറേ ആയി വിചാരിക്കുന്നു. അപ്പുണ്ട് ഏട്ടൻ ഇന്ന് പറയുന്നു നമുക്ക് ഗോവക്ക് പോയാലോ. എന്നാ ശരി. റെഡി, നമ്മൾ നാളെ ഗോവക്ക് പോന്ന്. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഇനി 2-3 ദിവസം അവിടെ തന്നെ. എന്നാ ശരി, ഇനി പോയി വന്നിട്ട് വിളിക്കാം. ഓക്കെ. ഹലോ ചേച്ചി, നമ്മളിന്ന് ഗോവക്ക് പോയാലാന്ന്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. ഒരു മിനിറ്റ്, ഏട്ടൻ വിളിക്കുന്നുണ്ട്. ഞാൻ വന്നിട്ട് എന്നാ തിരിച്ചു വിളിക്കാട്ടാ. എന്നാ ശരി. ഹലോ ഏട്ടാ. ശ്രുതി, ചെറിയൊരു പ്രശ്നമുണ്ടേ. എന്നാ പറ്റിയേ? അതില്ലേ, എൻ്റെ ചങ്ങാൻ്റെ അനിയന് ഒരു ആക്സിഡന്റ് പറ്റി. ഞാൻ ആംബുലൻസിലുള്ള അവരെപ്പുറം മംഗലപുരം പോയിക്കൊണ്ടിരിക്കുന്നു. അതെയാ? ഗോൾഡ് വെച്ചിട്ട് പൈസ എല്ലാം കിട്ടിയിരുന്നു. പക്ഷെ ചങ്ങായിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. അതുകൊണ്ട് തൽക്കാലം നമ്മളെ ഈ പൈസ അവർക്ക് കൊടുക്കുമെന്ന്. വേറൊന്നും എടുക്കാനില്ലോ എൻ്റെ കയ്യിൽ. എനിക്ക് ടൂർ പോകാത്തതിൽ വേറെ വിഷമമൊന്നുമില്ലല്ലോ? ഇല്ലപ്പാ, ഒരാളെ ജീവൻ രക്ഷിക്കാനല്ലേ, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് പിന്നെയും പോവാലോ. ഏതായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പറ്റുമെങ്കിൽ ഞാൻ വിളിക്കാം. ശരി. എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ വേണ്ടേ? നിങ്ങൾ 3 പോയിട്ടുണ്ടോ? ഞാനില്ലാണ്ട് പോവില്ല. അടി ശരിയാവുക. ഞാൻ നോക്കട്ടെ, പൈസ ആക്കാനൊന്നും വഴിയുണ്ട് നോക്കട്ടെ. നമുക്കിപ്പം ദിവസ ചെലവിനുള്ള പൈസയിൽ എത്തുന്നുള്ളൂ. നമുക്കിതൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റൂലല്ലോ.